നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം വീട്ടിൽ സ്വന്തം പണം മുടക്കി ഒരു CCTV സ്ഥാപിക്കുന്നു. ആ CCTV സ്ഥാപിച്ചതിന്റെ പേരിൽ അയൽവാസികളിൽ നിന്ന് തല്ലുകൊള്ളുന്നു. ഈ ഒരു അവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊരു സംഭവം നടന്നിരിക്കുകയാണ് കൊല്ലത്ത്. അതായത് ഒരു യുവതിയും അവരുടെ ബന്ധുക്കളും ഒക്കെ ചേർന്നുകൊണ്ട് അവരുടെ വീട്ടിലൊരു CCTV സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നു. അത് ഇഷ്ടപ്പെടാതെ അയൽവാസിയായിട്ടുള്ള കുടുംബം അച്ഛനും മകനും അമ്മയും ചേർന്നുകൊണ്ട് ആ വീട്ടിലേക്ക് എത്തി അവിടെയുള്ള പെൺകുട്ടിയെ മോശമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിച്ചു. തല കുത്തിനു പിടിച്ച് അവളെ വലിച്ച് പുറത്തേക്കിടുകയും ആക്രമിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ തങ്ങളെ കേന്ദ്രീകരിച്ചാണ് വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിലാണ് അച്ഛനും അമ്മയും മകനും ഈ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിനു പിന്നാലെ മകൻ ഒളിവിലാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് കോടതി പോലും നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക ആത്മീയ തത്വങ്ങളിൽ ഒന്നായ ബൈബിൾ പരാമർശം പറഞ്ഞുകൊണ്ട് ഇത്തരം വഴക്കുകൾ കേസുകൾ ഒതുക്കി തീർക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്നത് എന്നുള്ളതാണ്. കൊല്ലത്ത് നിന്നാണ് അയൽവാസികളുടെ ഈ ഒരു ആക്രമണ വാർത്ത പുറത്തു വന്നത്. അയൽവാസികളുടെ നിരന്തരമായ ശല്യം ഒഴിവാക്കുന്നതിനായി വീട്ടു പരിസരത്ത് CCTV ക്യാമറ സ്ഥാപിച്ചതിന്റെ പേരിലാണ് പെൺകുട്ടിക്ക് നേരെ അയൽവാസികളായ അച്ഛനും അമ്മയും മകനും ചേർന്നുകൊണ്ട് ക്രൂരമർദ്ദനം നടത്തുന്നത്. കൊല്ലം പത്തനാപുരത്താണ് നാടിന് നടക്കിയിട്ടുള്ള ഈ ഒരു സംഭവം നടക്കുന്നത്. ആക്രമണത്തിൽ പെൺകുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ സുനിൽകുമാറിനെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇയാളുടെ മകൻ മിഥുൻ ഒളിവിലാണെന്നാണ് വിവരം. അയൽവാസികളായ അച്ഛനും അമ്മയും മകനും ചേർന്നാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചു എന്നതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് CCTV ക്യാമറകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ക്യാമറ സ്ഥാപിച്ചതിലുള്ള മുൻ വൈരാഗ്യവുമായി പെൺകുട്ടിയുടെ വീടിനടുത്തേക്ക് ചോരത്തിളപ്പുമായി പാഞ്ഞെടുക്കുന്ന പ്രതിയായ മിഥുന്റെയും കുടുംബത്തിന്റെയും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഈ വീഡിയോയിൽ തന്നെ വ്യക്തമാണ് ഇവർ എത്രമാത്രം ക്രൂരമായിട്ടാണ് ഈ അയൽവാസികളോട് സംസാരിക്കുന്നതും പ്രതികരിക്കുന്നത് എന്നതൊക്കെ തന്നെ. അതായത് വളരെ വലിയൊരു എന്തോ കുറ്റം ചെയ്തതുപോലെ പാഞ്ഞെടുക്കുന്ന ഒരു യുവാവ് ആ പെൺകുട്ടിയെ കണ്ടയുടൻ അവളുടെ തോളിൽ ശക്തമായി ഇടിക്കുന്നു. പിന്നീട് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ അവിടെ അകത്ത് കയറി ആ പെൺകുട്ടിയുടെ മുടിക്കുത്തിന് പിടിച്ച് അവളെ പുറത്തേക്ക് വലിച്ചിടുന്ന ദൃശ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് CCTV ദൃശ്യങ്ങളിൽ കാണിച്ചിരിക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത്. സ്വന്തം വീട്ടിൽ പോലും ഇത്തരത്തിൽ സംരക്ഷണം കിട്ടാതിരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും പേടിച്ച് ഭയന്നിരിക്കേണ്ടുന്ന ഒരവസ്ഥ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ുള്ള നാട്ടിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. എന്തായാലും പെൺകുട്ടിയോട് കാണിച്ച അതിക്രൂരമായിട്ടുള്ള അയൽവാസികളുടെ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിക്കുകയും അവളുടെ മുടിയുടെ കുത്തുപിടിച്ച് വീടിന് പുറത്തേക്ക് വലിച്ചിടുകയും ചെയ്യുന്നതായാണ് വൈറലാകുന്ന വീഡിയോയിൽ വ്യക്തമാകുന്നത്. പ്രതിയുടെ അച്ഛനായ സുനിൽകുമാറും ആക്രമണത്തിൽ പങ്കാളിയാണെന്നത് വ്യക്തം. ഒരു നിസാര കാര്യത്തിന്റെ പേരിലാണ് അച്ഛനും മകനും ചേർന്ന് പെൺകുട്ടിയോട് ഈ കൊടും ക്രൂരത കാണിച്ചിരിക്കുന്നത്. പെൺകുട്ടിയെ വീട്ടിൽ കയറി അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ഭീതി പരത്തുന്ന CCTV ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ജനരോഷത്തിനും കാരണമായിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രധാന പ്രതി മിഥുനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് വിവരം. പിടിയിലായ പ്രതി സുനിൽകുമാറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പെൺകുട്ടിയെ വീട്ടിൽ കയറി അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ഭീതിപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങളടക്കം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ജനരോഷത്തിന് കാരണമായി മാറിയിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രധാന പ്രതി മിഥുനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. പ്രതി സുനിൽകുമാറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ കോടതി പോലും വളരെ കൃത്യമായിട്ട് ഇടപെട്ട് പരിഹരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിൽ നിന്ന ഇത്തരം ഒരു അയൽവാസി തർക്കം ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു തെങ്ങിന്റെ പേരിലായിരുന്നു ആ ഒരു കേസ് ഉണ്ടായിരുന്നത്.
വരുന്നത്. അത്തരത്തിൽ അയൽവാസികൾ തമ്മിലുള്ള ആ തെങ്ങിന്റെ പേരിലുള്ള പ്രശ്നം കോടതിയിലെത്തുന്നു. അപ്പോൾ കോടതി നൽകിയിരിക്കുന്ന ഉപദേശം എന്തെന്നാൽ, നിന്നെ പോലെ നീ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള ബൈബിൾ വചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു. അത്തരം സാഹചര്യങ്ങൾ അടക്കമുള്ള നാട്ടിലാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കോടതി പോലും നിങ്ങൾ പരസ്പരം സംസാരിച്ചു തീർക്കുക അല്ലെങ്കിൽ പരസ്പരം സ്നേഹത്തോടെ മുന്നോട്ട് പോകുക എന്ന നിർദ്ദേശം നൽകുന്ന നാട്ടിലാണ് അതിക്രൂരമായിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ തെങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു 2 അയൽവാസികൾ തമ്മിലുള്ള തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഒരു കേസാണ്. ആപത്ത് വരുമ്പോൾ സഹായത്തിന് അയൽവാസിയെ ഉണ്ടാകുകയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ നിന്റെ അയൽക്കാരനെ നീ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതുമായിരുന്നു അന്ന് ആ കേസിൽ ജസ്റ്റിസ് PV കൃഷ്ണകുമാർ ഹർജി തീർപ്പാക്കുന്നതിനിടെ ഉപദേശിച്ചത്. ഒരു ചായ കുടിച്ച് സംസാരിച്ചു തീർക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കോടതിയുടെ സമയം ഇത്തരത്തിൽ പാഴാക്കുന്നതിന് പിഴ ചുമത്തേണ്ടി വരും. എങ്കിലും കേസിലെ കക്ഷികൾ കാണിക്കുന്നത് പോലുള്ള കടുത്ത നിലപാടുകൾക്ക് പോകുന്നില്ല എന്ന് തമാശ രൂപത്തിൽ പറയുകയും ചെയ്തിരുന്നു അന്ന് കോടതി. അയൽവാസിയുടെ തെങ്ങ് വീടിന് ഭീഷണിയാണെന്ന് ആരോപിച്ച് നെടുമങ്ങാട് സ്വദേശിയാണ് ഹൈക്കോടതിയിൽ അന്ന് പരാതി സമർപ്പിച്ചത്. കരകുളം ഗ്രാമപഞ്ചായത്തിലെ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ എതിർ കക്ഷി തെങ്ങ് കമ്പിവടം കൊണ്ട് വലിച്ചു കെട്ടുകയും തേങ്ങ ശേഖരിക്കാൻ തലപ്പത്ത് വലയിടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നില്ല. തൃപ്തനാകാതെ വന്നതോടെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചതിന് പ്രതിഫലമായ 1 ലക്ഷം രൂപ വഹിക്കാനും അന്ന് ഹർജിക്കാരൻ തയ്യാറായി. തെങ്ങിന് ബലക്ഷയമില്ലെന്നും തേങ്ങ പതിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുമെന്നുമാണ് അന്ന് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത്. തെങ്ങിന് ചിരിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ തർക്കം കേട്ട് ചിരിച്ചേനെന്നും സ്വയം നിലംപതിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തെങ്ങ് അങ്ങനെ ചെയ്ത് വഴക്കൊഴിവാക്കിയേനെന്നും കോടതി അന്ന് തമാശയോടെ പറഞ്ഞിരുന്നു. തെങ്ങ് നിലവിൽ അപകടകരമല്ലെന്ന് വിലയിരുത്തിയ കോടതി കൂടുതൽ നടപടികൾ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയാണ് അന്ന് നിന്നെപ്പോലെ തന്നെ നീ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള ഉപദേശം നൽകി കേസ് തീർപ്പാക്കിയത്. പക്ഷേ അത്തരത്തിൽ കാര്യങ്ങൾ വരുന്ന സമയത്ത് പോലും ഇവിടെ ഇത്തരത്തിൽ നിസാരമായിട്ടുള്ള കേസുകളിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊല്ലത്ത് ഇതിനു മുൻപും നിസാര കാര്യങ്ങൾക്ക് വാക്കുതർക്കങ്ങളും കയ്യേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായത് പലതരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ 1-2 ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ആ നാടിനെ തന്നെ നാണം കെടുത്തുന്ന തരത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിപ്പോൾ കൊല്ലംകാരനാണ് എന്ന് മറ്റേതെങ്കിലും നാട്ടിൽ പോയി ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരെ ഒന്ന് തമാശയോടെ അല്ലെങ്കിൽ ഒന്ന് പേടിയോടെ നോക്കി ഒരു തമാശ രീതിയിൽ അവരെ ഒന്ന് ആദ്യം കളിയാക്കുന്നത് പോലും നിങ്ങൾ നിസാര കാര്യങ്ങൾക്ക് വഴക്കിടുന്നവരല്ലേ എന്നുള്ള തരത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരമൊരു രീതിയിലേക്ക് ഒരു വലിയൊരു വിഭാഗം ആളുകളെ കൊണ്ടെത്തിക്കുന്നത് ഇത്തരത്തിൽ വിവേകത്തോടെ പ്രവർത്തിക്കാത്ത ചില ആളുകളുടെ പ്രവർത്തനമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനു മുൻപ് കൊല്ലത്ത് കഴിഞ്ഞ ദിവസമാണ് ചമ്മന്തിയുടെ പേരിൽ ഒരു വഴക്കുണ്ടാകുന്നത്. കൊല്ലത്ത് ചമ്മന്തി നൽകാത്തതിന് തട്ടുകടയിൽ കയറി ആക്രമണം നടത്തിയതിന് കാപ്പ കേസ് പ്രതിയാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. മുഖതല പാങ്കോണം സ്വദേശിയായിട്ടുള്ള അജ്മൽ എന്ന് പറയുന്ന 36 വയസ്സുകാരനാണ് ഇത്തരത്തിൽ വലിയ ആക്രമണമെന്ന് അഴിച്ചുവിട്ടത്. ഗുണ്ടാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഓപ്പറേഷൻ തൂഫാൻ വഴിയായിരുന്നു ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിന് പുറമെ മയക്കുമരുന്ന് കേസുകളിലും ഇയാൾ പ്രതിയാണെന്നാണ് വിവരം. ചാത്തന്നൂർ SPയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൊട്ടിയം പോലീസ് ഇയാളുടെ വീട്ടിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തത്. കണ്ണനല്ലൂരിലെ തട്ടുകടയിൽ ചമ്മന്തി ലഭിക്കാത്തതിനെ തുടർന്ന് ആക്രമണം നടത്തിയതടക്കം 4ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ പപ്പടം തല്ല് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് കൊല്ലത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തത്. പപ്പടം ചോദിച്ചാൽ കിട്ടണം, ഇല്ല എങ്കിൽ അടിച്ച് പഞ്ചറാക്കും. പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ ഹരിപ്പാട് നടന്ന കൂട്ടത്തല്ല ഇപ്പോഴും പലരും സംസാര വിഷയമാക്കാറുണ്ട്. കൊല്ലം എന്ന് കേൾക്കുമ്പോൾ തന്നെ പപ്പടത്തല്ല് എന്ന് തമാശയോടെ പറയുന്ന ആളുകളും വളരെ അധികം കൂടുതലാണ്. ഇങ്ങനെ വലിയ രീതിയിൽ ചെറിയ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ചില സമയങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. ഇത്തരം പപ്പടം തള്ളുകൾ അത് പിന്നീട് മറ്റ് ജില്ലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരത്തും കോഴിക്കോടും കാസർഗോഡും മറ്റ് എല്ലാ ജില്ലകളിലും സമാന രീതിയിലുള്ള നിസാര കാര്യങ്ങളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സ്വന്തം പണം കൊടുത്ത് CCTV ക്യാമറകൾ ആ വീട്ടിൽ സ്ഥാപിച്ചിട്ട് പോലും അവർക്ക് ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. കൊല്ലത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ചു എന്നതിന്റെ പേരിൽ അയൽവാസികൾ വലിയ ആക്രമണം അഴിച്ചുവിട്ടതിന്റെ നേർചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്.